ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, എങ്കിലും ചില വസ്തുതകൾ ഞാൻ എടുത്തിടുകയാണ്. മെയിനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഇനി വസ്തു വാങ്ങുന്നതും വീട് വെക്കുന്നതും ശാശ്വതമാണോ? അത് ലാഭകരമാണോ? അത് ചെയ്യുന്നത് കൊണ്ട് നാളെ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? ദൂഷ്യമായിരിക്കുമോ? വസ്തുവിൻ്റെ വില പുറകോട്ടാണോ മുമ്പോട്ടാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചും പ്രവചിക്കാൻ ഞാൻ പ്രവാചകനൊന്നുമല്ല, എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച്, നമ്മുടെ പ്രായത്തിൻ്റെ ഒരു പക്വത വെച്ചും ഒത്തിരി വർഷം ബിസിനസ് ചെയ്തുള്ള പരിചയം വെച്ചും സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കിയതിൻ്റെ പേരിലും ഒരു ഉപദേശം അല്ല, ഒരു പഠനം, എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ഞാനീ പറയുന്നത്. ഇഷ്ടപ്പെടുന്നവർക്ക് സ്വീകരിക്കാം, ഇഷ്ടപ്പെടാത്തവർക്ക് എതിർക്കാം, കമൻ്റ് ഇടാം, കുറ്റം പറയാം, എന്തു വേണേലും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ വ്യക്തിപരമായ സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആരെക്കുറിച്ചും കുറ്റം പറയാം, ആരുടെയും തെറ്റുതിരുത്താം, തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരുത്തുന്നതും ഞാൻ പറഞ്ഞത് ഞാൻ പിൻവലിക്കുന്നതുമായിരിക്കും. തെറ്റാന്ന് എനിക്കൂടെ തോന്നണം കേട്ടോ, അല്ലാതെ തെറ്റാണ് ഞാൻ പറഞ്ഞതെന്ന് പറയല്. ആദ്യത്തെ ഒരു വിഷയമായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ വസ്തുവിൻ്റെ വില. വസ്തുവിൻ്റെ വില എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വണ്ടി എടുത്ത് തെക്കോട്ടോ വടക്കോട്ടോ പോവുക. ഇനി കിഴക്ക് പടിഞ്ഞാറാണ് വഴി കിടക്കുന്നതെങ്കിൽ അങ്ങനെ പോയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ തെക്കോട്ടല്ല വഴി, കിഴക്കോട്ടാണ് പടിഞ്ഞാറാണ് വഴി എന്നൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. എങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വഴി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്കൂട്ടറോ ബൈക്കോ കാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേ കയറി ഒരു യാത്ര പോവുക. ഏത് ദിക്കിലോട്ട് പോയാലും കുഴപ്പമില്ല. ഏത് ദിക്കിലേക്ക് നിങ്ങൾ പോയാലും നിങ്ങൾ കാണുന്ന ഒരു സാധനമുണ്ട്, വസ്തു വിൽപ്പനയ്ക്ക്, ഫ്ലോട്ട് ഫോർ സെയിൽ, വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്, തോട്ടം വിൽപ്പനയ്ക്ക്, കോണ്ടാക്ട് നമ്പർ, പ്ലോട്ടുകൾ തിരിച്ചിട്ടിരിക്കുന്നു. പല പ്ലോട്ടുകൾ ഇങ്ങനെ തിരിച്ചതിൻ്റെ പടവും അതിൻ്റെ ഓരോ പ്ലോട്ടിൻ്റെ 10 സെൻറ്റ്, 15 സെൻറ്റ്, 8 സെൻറ്റ്, 5 സെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പടമൊക്കെ വരച്ച് മനോഹരമാക്കി റോഡ് സൈഡിൽ വലിയ ബാനറുകൾ വെച്ചിരിക്കുന്നു. ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും എവിടെ നോക്കിയാലും ഇത് തന്നെ കാണാനുള്ളൂ. ഇനി പോട്ടെ, ഇനിയിപ്പോൾ റോട്ടിൽ പോകുമ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും നോക്കുന്നില്ല എന്ന് വിചാരിക്കുക. യൂട്യൂബ് ഒന്ന് കണ്ടേക്കാം, ഒന്ന് എൻ്റർടൈൻ ചെയ്തേക്കാമെന്ന് ഓർത്ത് നമ്മൾ സെർച്ച് ചെയ്ത് അന്നേരാണ്ട് വസ്തു വിൽപ്പനയ്ക്ക്, റബ്ബർ തോട്ടം വിൽപ്പനയ്ക്ക്, പാടം വിൽപ്പനയ്ക്ക്, വീട് വിൽപ്പനയ്ക്ക്, അരയേക്കർ സ്ഥലവും വീടും 25 ലക്ഷം രൂപയ്ക്ക്, 12 ലക്ഷം രൂപയ്ക്ക്, 10 ലക്ഷം രൂപയ്ക്ക്, 5 ലക്ഷം രൂപയ്ക്ക്, 2 ലക്ഷം രൂപയ്ക്ക്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കാശുണ്ടോ അത് കൊണ്ടുപോവാ, സ്ഥലം തന്നേക്കാം, വീട് തന്നേക്കാം എന്ന് പറഞ്ഞ് യൂട്യൂബർമാരുടെ ഒരു കളിയോട് കളിയാണ്. അവരെ കുറ്റം വേണ്ട കാര്യമില്ല. മനുഷ്യരെല്ലാം കടക്കെടിയിലാണ്. പലരും ലോൺ എടുത്തും പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തവരുണ്ട്. പിള്ളേർ കാനഡയ്ക്ക് വിടാനും UK വിടാനും ഓസ്ട്രേലിയക്ക് വിടാനും ഒക്കെ ലോൺ എടുത്തതും ഒക്കെ ഉണ്ട്. അതൊക്കെ അടയ്ക്കാൻ പറ്റാതെ വന്ന് ഈ ജപ്തിയിലും കാര്യങ്ങളും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ വീട് ഒന്ന് വിൽക്കണം. വിറ്റില്ലെങ്കിൽ ഒന്നും കിട്ടിയല്ല. ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ട് പോകും, KSB ജപ്തി ചെയ്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ ജപ്തി ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ കാശ് എവിടെ നിന്നാണോ മേടിച്ചത് അവരാരെങ്കിലും വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ ജപ്തി ചെയ്തുകൊണ്ട് പോകാതിരിക്കാൻ നമ്മൾ തന്നെ വിൽക്കുകയാണെങ്കിൽ ആ ജപ്തി ചെയ്യാനുള്ള പൈസ അടച്ചതിന് ബാക്കി പൈസ നമുക്ക് കിട്ടുമല്ലോ. അല്ലെങ്കിൽ ലേലം വിളിക്കാനൊക്കെ വരുമ്പോൾ, ജപ്തിയൊക്കെ ആയിട്ട് വരുമ്പോൾ റേറ്റൊക്കെ വളരെ കുറച്ചേ പോകാൻ വഴിയുള്ളൂ. അങ്ങനെ പോകുമ്പോൾ നമുക്കൊന്നും കിട്ടുകയില്ല. അതുകൊണ്ടാണ് ആൾക്കാർ ഇത് വിൽക്കാനായിട്ട് നോക്കുന്നത്. അതിനവരെ കുറ്റം പറയാൻ പറ്റത്തുമില്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയാണ് വിദ്യാഭ്യാസത്തിനായിട്ട്, ഡോക്ടറാകാൻ പഠിക്കാൻ വേണ്ടിയിട്ടും ബാക്കി പഠനങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ പോയി ചേക്കേറി അവിടെ പഠിച്ച് അവിടെ PR മേടിച്ച് അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് മേടിച്ച്
അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെല്ലാം പോയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കോടിക്കണക്കിന്, എണ്ണാൻ പോലും പറ്റാത്ത കോടിക്കണക്കിന് രൂപ കേരളത്തിൻ്റെ സ്വത്ത് അന്യരാജ്യങ്ങളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ കാശില്ലെന്നായി. ഈ സ്വത്ത് എവിടെ നിന്ന് എടുത്തു? നമ്മുടെ വസ്തു പണയം വെച്ച് എടുത്തതാണ് 90%. കൈ കാശുള്ളവർ 25 ലക്ഷവും 30 ലക്ഷവും 40 ലക്ഷവും കൊടുത്താണ് ഓരോ കുട്ടികളും പോയിരിക്കുന്നത്. അത്രയും പൈസ പലരുടെ കയ്യിലുണ്ടോ? കാശായിട്ട് ലിക്വിഡായിട്ട് എടുക്കാൻ സാധാരണക്കാരൻ്റെ കയ്യിലില്ല. അപ്പോൾ വസ്തു വിൽക്കണം. വസ്തു വിറ്റെങ്കിലേ പറ്റുള്ളൂ. വസ്തു വിൽക്കാൻ നോക്കുമ്പോൾ വസ്തുവിന് വിലയില്ല, വസ്തു വാങ്ങാൻ ആളില്ല, പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്നില്ല, കൊച്ചിന് അർജൻറ്റായിട്ട് പോവുകയും വേണം. അങ്ങനെ വരുമ്പോൾ ലോൺ എടുക്കും. സ്റ്റഡി ലോണുണ്ട്, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ലോണൊക്കെ ഉണ്ട്. എന്ത് ലോണാണെങ്കിലും ആ എടുത്തു കഴിഞ്ഞാൽ ലോണ് പലിശ സഹിതം തിരിച്ചടയ്ക്കണം. പലിശ എന്ന് പറഞ്ഞാൽ അത് പലിശ തന്നെയാണ്. അത് നമുക്കുണ്ടാകുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു വിഹിതം കൊണ്ടുപോവുകയും നമ്മളെ എന്നും പാപ്പരാക്കി നിർത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് പലിശ എന്ന് പറയുന്നത്. സത്യത്തിൽ പലിശയ്ക്ക് നമ്മൾ പണം എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഒരു അപൂർത്തിയില്ലാത്ത മനുഷ്യരായി മാറുകയാണ്. ഉദാഹരണം ഞാൻ പറയാം. ഈ നമ്മുടെ നാട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിൽ അതിമനോഹരമായ രമ്യ കർമ്മങ്ങൾ എന്ന് വെച്ചാൽ 2 നില അടിപൊളി വീടുകൾ, ഭയങ്കര പാഷൻ. ഒരെണ്ണത്തെ നമ്മൾ നോക്കിയിട്ട് തല അങ്ങോട്ട് തിരിക്കുമ്പോൾ അതിനേക്കാളും വലിയ വീട്. ഇടതുവശത്തിരിക്കുന്നത് 25 അടി പൊക്കമാണെങ്കിൽ വലതുവശത്തിരിക്കുന്ന ഓപ്പോസിറ്റ് അയൽക്കാരൻ അത് 35 അടി പൊക്കത്തിൽ പണിയണം എന്നാണ് അവൻ്റെ ആഗ്രഹം. കാരണം അയൽവക്കക്കാരനേക്കാളും നമ്മൾ ഒട്ടും പൊക്കം കുറയാൻ പാടില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പോലെ എനിക്ക് 85 ഇഞ്ച് ടി വി വേണം മുറി വെക്കാൻ. ആകപ്പാടെ മുറിക്ക് 10x10 ഉള്ളൂ വലിപ്പം. 20 അടി 200 സ്ക്വയർ ഫീറ്റ് ഉള്ള മുറിക്കകത്ത് 85 ഇഞ്ച് ടി വി കൊണ്ടുവന്നപ്പോഴോ ഭിത്തിയെ കയറിയല്ല, ഭിത്തിക്ക് അത്രയും വീതിയില്ല. ഇതാണ് നമ്മുടെ മനുഷ്യരുടെ അവസ്ഥ. അതെന്നാ, വേറെ എവിടെയോ പുള്ളി വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ വലിയ ടി വി ആണ് ഇരിക്കുന്നത്. വലിയ ഹോട്ടലുകൾ, ഹോളിഡേ ഇന്നും മറ്റോ ഹോട്ടലിലൊക്കെ നോക്കിയാൽ അറിയാം 85 ഇഞ്ച് ടി വി 80 ഇഞ്ച് ടി വി ഒക്കെയാണ് ഹോട്ടൽ മുറി വരെ വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ അത്രയും വലിയൊരു ടി വി വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാകാം, സ്വാഭാവികം. അതിനൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് വെക്കാനുള്ള സ്ഥലം എൻ്റെ വീട്ടിലുണ്ടോ എന്ന അളവൊന്നും എടുത്തിരുന്നെങ്കിൽ ഈ 85 ഇഞ്ച് ടി വി മേടിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കലായിരുന്നു. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മറ്റുള്ളവരുമായിട്ട് നമ്മൾ മത്സരിക്കുകയാണ്. മറ്റവനൊരു വലിയ കാറ് മേടിച്ചു, അവൻക്ക് മേടിച്ചതിനേക്കാളും വലിയ കൂടിയ കാറ്, അടുത്ത കാറ് നമ്മൾ അതിലും പലിശക്കെടുത്ത്. കാരണം 100% ഇൻട്രസ്റ്റിലൊക്കെ കാറ് തരാൻ ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ്. 100% ഇൻട്രസ്റ്റ്, 100% പേയ്മെൻറ്റ്. 1 രൂപ പോലും കൊടുക്കണ്ട, 1 രൂപ കൊടുത്താൽ മതി. കഴിഞ്ഞ ദിവസം ഏതൊരു ടി വിക്കാരുടെ പരസ്യം കണ്ട, 1 രൂപ കൊടുത്ത് AC വാങ്ങൂ, 1 രൂപ കൊടുത്ത് TV വാങ്ങൂ, 1 രൂപ കൊടുത്താൽ ഫ്രിഡ്ജ് വാങ്ങൂ. ശരിയാണ്, 1 രൂപ കൊടുത്താൽ ഇപ്പോൾ തക്കാലം കിട്ടും. പിറ്റേ മാസം ചിലപ്പോൾ 1 മാസം കൂടെ അടവ്, 1 മാസം കൂടെ കഴിഞ്ഞായിരിക്കും അടയ്ക്കുന്നത്. അപ്പം ഈ 1 മാസം കഴിഞ്ഞ് നമ്മൾ തന്നെ അടയ്ക്കണ്ടേ? 0% ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോലും പ്രോസസ്സിങ് ചാർജ്, മറ്റേ ചാർജ് എന്നൊക്കെ പറഞ്ഞ് കുറേ ചാർജുകൾ വരും. ആ ചാർജുകൾ നമ്മൾ അടയ്ക്കണം, അത് പലിശയായിട്ട് വരും. ഇനി ഈ ലോൺ അല്ലാതെ നമ്മൾ നേരിട്ട് വേശി എടുത്താൽ ചിലപ്പോൾ ഇതിലും വില കുറച്ച് കിട്ടും. ലോൺ എടുക്കുമ്പോൾ 0% ഇൻട്രസ്റ്റ് ആകുമ്പോൾ ഇൻട്രസ്റ്റ് വരും. ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമുക്കാരും ഒന്നും ചുമ്മാ തരികയില്ല. നമ്മൾ വിചാരിക്കും ഓഫർ കണ്ടു ഓടുന്നു, ഓഫർ 50% ഡിസ്കൗണ്ട്, 100% ഡിസ്കൗണ്ട്. ചെന്ന് ചോദിച്ചു കഴിയുമ്പം പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതാ പേനായിക്ക് 50% ഡിസ്കൗണ്ട് ഇരുന്നത്, അല്ല ആ പൗഡർ ടിന്നിന് 50% ഡിസ്കൗണ്ട് ഇട്ടിരുന്നത് എന്ന് പറയും. ബാക്കി സാധനത്തിനൊക്കെ ഇതാ വില എന്ന് പറയും. അപ്പം മലയാളി ഇത്രയും വലിയ ബുദ്ധിമാനും ഭയങ്കര വിദ്യാഭ്യാസവും 100% ശാശ്വതയുള്ളവനാണെങ്കിലും ഒരു ശാശ്വതയില്ല. എന്തെങ്കിലും ഫ്രീ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഓടും, എന്തെങ്കിലും കുറവെന്ന് കണ്ടാൽ അന്നേരം ഓടും, എന്തെങ്കിലും കൂടുതൽ സാമ്പത്തികം കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആട്, തേക്ക്, മാഞ്ചിയം എന്ന് വേണ്ട നെറ്റ്വർക്ക്, ഗിറ്റ് വർക്ക് എല്ലാ പരിപാടിയിലും ഓടും. എല്ലാവരും ഓടും. ഞാനും ചിലപ്പോൾ ഓടും, നിങ്ങളും ഓടും, നാട്ടുകാരെല്ലാം ഓടും. കാരണം എന്നാ, എല്ലാവർക്കും പെട്ടെന്ന് പണക്കാരാകണം. ഇഷ്ടം പോലെ പൈസ ഉണ്ടായാലേ നമുക്ക് ഇഷ്ടം പോലെ ദൂർത്തടിച്ച് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. വലിയ വീട് പണിയണം, വലിയ കാറ് മേടിക്കണം, ഐഫോൺ മേടിക്കണം, iPhone 16 Pro മേടിക്കണം,
എന്ന് വേണ്ട ആ, വലിയ വലിയ സ്വർണ്ണാഭരണങ്ങൾ മേടിക്കണം. അത് മേടിക്കാനിപ്പോൾ ചെല്ലുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ. 60,000 രൂപ കൊടുത്താൽ പോലും ഒരു പവൻ സ്വർണം കിട്ടാത്ത അവസ്ഥയിലായി കാര്യങ്ങൾ. അതും നമ്മൾ മേടിച്ചു വെച്ചിട്ടുള്ളവരും എടുക്കലായി. സാമ്പത്തിക ശാസ്ത്രം പറയുമ്പോൾ സ്വർണം മേടിച്ചു വെച്ചവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ സ്വർണത്തിന്റെ വില നാൾക്ക് നാൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു, സ്ഥലത്തിന്റെ വില നാൾക്ക് നാൾ താന്നുകൊണ്ടിരിക്കുന്നു. സ്ഥലം മേടിച്ചിട്ടവൻ്റെ കാര്യം കഷ്ടം, അവന്റെ വില ഓരോ ദിവസവും താന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഇത്ര നാളത്തെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനൊന്നുമല്ല, ഗണിതശാസ്ത്രമൊന്നുമല്ല. പക്ഷെ ഫിസിക്സിന് എനിക്ക് 100 മാർക്കുണ്ടായിരുന്നു. അത് ഇലക്ട്രോണിക്സ് അറിയാവുന്നതുകൊണ്ടാണെന്ന് വിചാരിച്ചു. പക്ഷെ മാത്തമാറ്റിക്സിനും 100 മാർക്കുണ്ടായിരുന്നു. അതും ഇലക്ട്രോണിക്സ് അറിയാവുന്നതുകൊണ്ടാണെന്ന് വിചാരിച്ചു. പക്ഷേ സാമ്പത്തിക ശാസ്ത്രം വേറൊരു മേഖലയാണ്. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചാണ്. ഇപ്പം ഉദാഹരണം, എൻ്റെ ഒരു ബന്ധു ഈയിടെ 60 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിതു. 50 ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്തു. 10 ലക്ഷം രൂപ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. ഈ 50 ലക്ഷം രൂപയ്ക്ക് മാസം പുള്ളി കുറഞ്ഞത് 50,000 60,000 രൂപയെങ്കിലും അടയ്ക്കണം മാസം. എങ്കിലേ പുള്ള മുതൽ താഴുള്ളൂ. പറയുന്നത് മനസ്സിലായില്ലേ? 50,000 രൂപ, 40,000 രൂപയെങ്കിലും അതിന് പലിശ വരും. 10,000 രൂപ മാസം പലിശ മുതൽ തന്നാൽ പോരല്ലോ. 8% വെച്ച് കൂട്ടിയാലും അത്രയും വരും. അപ്പോൾ ഒരു 60,000 രൂപ മാസം അടയാൻ വേണം. ഈ പുള്ളി ഗൾഫിലാണ്, പുള്ളിയുടെ ഭാര്യയും ഗൾഫിലാണ്, നേഴ്സാണ്. ഈ 60,000 രൂപ മാസം അടയ്ക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏകദേശം സാലറിയും ചിലവും എല്ലാം കഴിഞ്ഞ് ഒന്നും മിച്ചം കാണുകയില്ല. പിന്നെ പിള്ളേരെ പഠിപ്പിക്കണം, ബാക്കി കാര്യങ്ങൾ, കാർന്നോന്മാരെ നോക്കണം, അവർക്ക് ചിലവിന് കൊടുക്കണം, ഇങ്ങനെയെല്ലാം വരും. ഈ വീട് എൻ്റെ ഒരു 15 വർഷത്തേലായിരിക്കും ലോൺ എടുത്തിരിക്കുന്നത്. 15 വർഷം കഴിയുമ്പോൾ ഈ വീട് ഏകദേശം കംപ്ലൈൻ്റ് ആവും, ചോരാൻ തുടങ്ങും. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഈ മണലൊന്നും ഇല്ലല്ലോ, മോശം സിമെൻറ്റും ബംഗാളിയുടെ പണിയും, പിന്നെ ഈ കരിപ്പൊടിയല്ല, പാറപ്പൊടിയിട്ടാണല്ലോ ഇപ്പോൾ സംഗതി മുഴുവൻ അടിച്ചു കൂട്ടുന്നത്. പിന്നെ തല്ലിപ്പൊളി കുറേ കമ്പിയും വളയും ഇളയും എല്ലാം കൂട്ടും, ആവശ്യത്തിന് വെള്ളം ഒഴിക്കാതെ പെട്ടെന്ന് തട്ടുപറിക്കുകയും. ഇപ്പോഴത്തെ പരിപാടിയൊക്കെ 10 ദിവസം 12 ദിവസം കഴിയുമ്പോഴത്തേക്കും വാർത്തയൊക്കെ തട്ടുപറിക്കും. പണ്ടൊക്കെയാണ് 1 മാസം കഴിഞ്ഞേ പറിക്കുകയുള്ളൂ. ഇതത് മതി എന്നാണ് പറയുന്നത്. കാരണം തട്ട് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന, അപ്പം അതിൻ്റെ വാടക പോലെ. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നൊന്നുമല്ല കേട്ടോ, നമുക്കിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. വിദഗ്ധന്മാർ പറയുമായിരിക്കും 15 മതി, പണ്ടത്തെ സിമെൻ്റൊന്നും അല്ല, പുതിയ സിമെൻ്റ് ഫാസ്റ്റാണ്. ശരിയാ. പക്ഷെ നമുക്ക് 1 മാസമോ 2 മാസമോ 1 വർഷമോ 10 കൊല്ലമോ നിന്നാൽ പോരല്ലോ. നമുക്കൊരു മനുഷ്യനൊരു വീട് പണിത് അവൻ്റെ ആയുഷ്കാലം ഒരു 50 വർഷമെങ്കിലും നിൽക്കണ്ടേ? വീണ്ടും വീട് പണിയാനുള്ള ആരോഗ്യം അവനുണ്ടോ? ഈ പണിത വീടിൻ്റെ ലോൺ തന്നെ തീരുമ്പോഴത്തേക്ക് ഇവൻ ചാവും. പിന്നെ അടുത്ത വീട് പണിയാൻ പറ്റുമോ? അപ്പം പണിയുന്ന ഒരു വീട്, ആയുസിലൊന്ന് പണിയുന്ന ഒരു വീട് നല്ല സ്ട്രോങ് ആയിട്ടും നമുക്കൊരു 10-50 വർഷം കുഴപ്പമില്ലാതെ നിൽക്കുന്ന രീതിയിലും പണിയതില്ലെങ്കിൽ 10 കൊല്ലം ആകുമ്പോൾ ചോരാൻ തുടങ്ങും, നടുവളയും. പിന്നെ ഉള്ള ഇവിടുത്തെ പരിപാടി എന്നാ? റൂഫിങ്. കംപ്ലീറ്റ് വാർത്ത വീടിൻ്റെ മണ്ട മുഴുവൻ റൂഫ് ചെയ്യണം. റൂഫ് ചെയ്യാത്ത വീട് ഇപ്പോൾ കാണാനുണ്ടോ? റൂഫ് ചെയ്തില്ലേ വീട് താഴ്പ്പും. കാരണം വെള്ളം മുഴുവൻ ഇറങ്ങി ദ്രവിച്ച്, കമ്പിയും ദ്രവിച്ച് വീർത്ത് വാർക്കയും പൊട്ടി നിൽക്കുക. അപ്പോൾ റൂഫ് ചെയ്ത് വെള്ളം ഇനി ഇറങ്ങാതെ ഇരുന്നാൽ കുറച്ച് നാളും കൂടെ ചിലപ്പോൾ വീട് നിൽക്കും. ഇതാണ് അവസ്ഥ. പാറപ്പൊടി പൊട്ടി വീഴുന്നു, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളിലാണ് നമ്മൾ കഴിയുന്നത്. നമ്മുടെ രീതി അനുസരിച്ച് പഴയ ഓടാണ് ബെറ്റർ. വാർത്തിട്ട് അന്നേരം തന്നെ ഓട് മണ്ടയിൽ കോപ്പറേറ്റ് ചെയ്ത് ഇടുകയാണ് ഇപ്പം ചെയ്യുന്നത്. അത് കുറച്ച് ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വാർക്കയ്ക്ക് വലിയ ഡാമേജ് വരികയില്ല. ഓടാണെങ്കിൽ, ഒറിജിനൽ ഓടാണ് ഇടുന്നതെങ്കിൽ വേറെ പ്രശ്നമൊന്നും വരികയില്ല, അവിടെ കിടന്നോളും. ഷീറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത്ര നാൾ കഴിയുമ്പോൾ ഷീറ്റ് മാറിയാൽ മതി. വീട് മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് പോകില്ല. അകത്ത് വെള്ളം ഇറങ്ങുക, ഈർപ്പം വരുമോ ഹ്യൂമിഡിറ്റി വരുമോ ഒന്നും ചെയ്യില്ല. അപ്പോൾ അത് പഠിച്ചു ആൾക്കാർ. ഇപ്പം മലയാളി പഠിച്ചു. നമ്മുടെ കാലാവസ്ഥ എന്നതാ ഇപ്പം പ്രകൃതിക്ക് തന്നെ എന്തായാലും വെളിവുണ്ടോ? ഇന്ന് മഴയാണ്. ഇതാണ്ട് ഇപ്പം ഇവിടെ മൂടിക്കിടക്കുകയാണ്. ഡൽഹി കിടക്കുന്ന പോലെ കിടക്കുകയാണ്. ഡൽഹിയിൽ മൊത്തം മങ്ങി മൂടി, ഒരു കാറ്റുമില്ല, ഒന്നുമില്ലാതെ കിടക്കുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലായ്മ തോന്നുന്നു. ചിലപ്പോൾ നാളെ മഴ, മറ്റന്നാൾ വെയിൽ,
അതിൻ്റെ അപ്പുറം ഇടിയും വെട്ടി മഴ. അങ്ങനെയായി കാലാവസ്ഥ. മനുഷ്യൻ്റെ സ്വഭാവം പോലെ. പ്രകൃതി തന്നെ MDMA കഴിച്ച പോലെ ഇരിക്കുന്നു. കാരണം ഇവിടെ ഇപ്പോൾ മിക്കവാറും ആൾക്കാർ കഞ്ചാവിനൊന്നും വിലയില്ലെന്നായി. കഞ്ചാവൊക്കെ വലിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ഡീസൻറ്റ് കുറവാണ്. സിഗരറ്റ് വലിക്കുന്നവനും കഞ്ചാവ് വലിക്കുന്നവനും മദ്യം കുഴിക്കുന്നവനൊക്കെ വളരെ കുറവാണ്. കൂടിയ രാസപദാർത്ഥങ്ങളുള്ള മയക്കുമരുന്നുകൾ മനുഷ്യർ ഉപയോഗിച്ചു. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മളെ നശിപ്പിക്കാനുള്ളതാണ്. ഏത് സമ്മർദ്ദം ഉണ്ടായാലും നമ്മളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സ്നേഹം കൊണ്ട് പറയുന്ന, എനിക്ക് ആരോടും വ്യക്തിപരമായിട്ട് പിണക്കമൊന്നുമില്ല. നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങളും നമ്മുടെ സഹോദരങ്ങളാണ്. ലോകത്തിലുള്ളവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. എല്ലാവരും നന്നായിട്ടിരിക്കുക, എല്ലാവർക്കും ഒരു കുഴപ്പവും ഉണ്ടാകാതിരിക്കുക, മറ്റുള്ളവരെ മയക്കുമരുന്ന് കുടിപ്പിക്കാതിരിക്കുക. അവരറിയാതെ അറിയാതെ മരുന്ന് കൊടുക്കുന്ന കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കെട്ടിയവൻ കള്ളുകൂടിയനാണെങ്കിൽ പ്രാർത്ഥിച്ച ഈ സാധനം തരാം. പല സാധനങ്ങളുണ്ട്, ഉപ്പായിട്ടും മറ്റേതായിട്ടും മറിച്ചതായിട്ടും ഒക്കെ, ജ്യൂസിനകത്തും കഞ്ഞിവെള്ളത്തിനകത്തും ചോറിനകത്തൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ശരിക്കും ഇതൊക്കെ ഈ കൊടുക്കുന്നവൻ എന്നതാ കൊടുക്കുന്നു പോലും അറിയത്തില്ലാതെ പാവം പൊട്ടി പെണ്ണുങ്ങൾ, ഭാര്യമാർ. എൻ്റെ കെട്ടിയോൻ്റെ കുടി ഇപ്പം നിൽക്കും, അയാൾ രക്ഷപ്പെടും, അയാൾ ഞാൻ പറയുന്ന പോലെ കേൾക്കും. ഈ സാധനം അങ്ങോട്ട് ഇയാളെ കുടിപ്പിച്ചു കഴിഞ്ഞാൽ അന്നേരം അയാൾ നിങ്ങൾ പറയുന്ന പോലെ എല്ലാം ചെയ്തോളും, നിങ്ങളെ അനുസരിക്കും എന്ന് പറഞ്ഞാണ് ഈ കള്ള സിത്തന്മാരും വൈദ്യന്മാരും പ്രാർത്ഥനക്കാരും. കുറേ പ്രാർത്ഥനക്കാരാണ്, ഭയങ്കര ദൈവത്തിൻ്റെ പേരിൽ. അതെല്ലാ വിധത്തിലും പ്രാർത്ഥനയുണ്ട്. അത് ഇന്ന മതമൊന്നൊന്നുമില്ല, എല്ലാ മതത്തിലും ഉണ്ട്. ചിലർക്ക് പല രീതിയിലുള്ള പ്രാർത്ഥനക്കാർ. അങ്ങനെ ആരെയും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അതൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ്, നമ്മുടെ ചുറ്റുമുള്ളവർ അനുഭവിക്കുകയാണ്. നമ്മളെ ചുറ്റുമുള്ളവരെ ഇവരെല്ലാം പറഞ്ഞ് പറ്റിച്ച് ചൂഷണം ചെയ്യുകയാണ്. നമുക്ക് വിവരമില്ലാതായി പോവുകയാണ്. നമ്മുടെ വിവരക്കേടിന് നമ്മളോട് പണം പറ്റുന്നു. ആ പൂജ നടത്തണം, ഈ പൂജ നടത്തണം, ഈ പ്രാർത്ഥന നടത്തണം, ആ പള്ളിയിൽ പോകണം, ഈ അമ്പലത്തിൽ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇനി ഇത്ര ലക്ഷങ്ങൾ മുടക്കിയാലേ നടക്കുകയുള്ളൂ, അത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരെ പറ്റിച്ച്, പെണ്ണുങ്ങളെയൊക്കെയാണെങ്കിൽ പറ്റിച്ചിട്ട് ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ സ്വർണ്ണമായിട്ട് തന്നെ മേടിക്കും, സ്വർണം മേടിച്ചെടുക്കുക, എന്നിട്ട് പറ്റിക്കുക. ഈ പൊട്ടിപ്പെണ്ണുങ്ങൾ പിന്നെ ഇവന്മാർ പറയുന്നതാണ് വിശ്വാസം. സ്വന്തം മക്കളെക്കാളും കെട്ടിയവനേക്കാളും അപ്പനേക്കാളും അമ്മയെക്കാളും ഈ പ്രാർത്ഥനക്കാരും ഈ എന്നാ പറയുന്നത്, ഈ കൂടോത്രക്കാരും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് വിശ്വാസം. കൂടോത്രം എന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. ഇവന്മാർ ഇത് കൂട്ടും മരുന്നൊക്കെ കലക്കി, വിഷമൊക്കെ കലക്കി വീട്ടിലുള്ളവരെ സ്വാധീനിച്ച് ആൾക്കാരെ തളർത്തിക്കിടത്തുക, വെട്ടിക്കളയുക, ഇല്ലെന്നാക്കുക, പ്രവർത്തന മേഖല തകർക്കുക, അങ്ങനെയുള്ള പരിപാടിയുള്ളൂ. കൂടോത്രം ചെയ്ത് തീർക്കാനാണെങ്കിൽ നമ്മൾ ഈ ആറ്റം ബോംബും അണുബോംബും ഈ ഫൈറ്റർ വിമാനവും ഈ കപ്പലും മുങ്ങിക്കപ്പലും പട്ടാളക്കാരെ ഒന്നും ഇത്ര നിർത്തേണ്ട കാര്യമില്ല. ഒരൊറ്റ കൂടോത്രം നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ അടുത്ത് ചെന്ന് ഇവന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് പോയി ശക്തമായിട്ടൊരു പ്രാർത്ഥന, ഒരു കൂടോത്രം, ഇതങ്ങ് ചെയ്താൽ രാജ്യം തീർന്നു പോക്കോളൂല്ലോ. ഇതൊന്നും ചെയ്യട്ടെ. അപ്പം അത്രമെങ്കിലും ബോധം 100% ശാശ്വതത കിട്ടിയ മലയാളി മനസ്സിലാക്കണം. ഇതെല്ലാം തട്ടിപ്പാണെന്നും എല്ലാവരും നമ്മളെ വഞ്ചിക്കുകയാണെന്നും പറയുന്ന എല്ലാം കള്ളമാണെന്നും. സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഈ കള്ളം പറഞ്ഞാൽ മനസ്സിലാകില്ല. കാരണം അവർ പുറത്തിറങ്ങി നടന്നിട്ടില്ലാത്ത ആൾക്കാർക്ക്. പക്ഷേ ഞങ്ങൾക്കൊക്കെ കടയായിട്ടും ബിസിനസ്സായിട്ടൊക്കെ നടന്ന് ഈ കള്ളം പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം കള്ളന്മാരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അവൻ പറയുന്ന തട്ടിപ്പ് മനസ്സിലാവും. എന്നാലും നമ്മളെപ്പോലും പറ്റിച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളെയും പറ്റിച്ച് തറ പറ്റിച്ചവന്മാരും ഉണ്ട്. 100% നമ്മൾ വിടക്കരാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും കുറേ പോക്ക് പോകുമ്പോൾ. മനസ്സിലായില്ലേ? അതൊരു കഥ പറയാം. ഒരു ദിവസം കടയിൽ ഒരാൾ വന്നു, എനിക്ക് കടയിൽ ഉണ്ട്. കടയിൽ വന്നിട്ട് സോണിയുടെ 50 ഇഞ്ച് TV വേണമെന്ന് പറഞ്ഞു. സോണിയുടെ 50 ഇഞ്ച് TV 50,000 രൂപയാണ്. 50 ഇഞ്ച് TV വേണം, സോണിയുടെ ഹോം തിയേറ്റർ വേണം, DVD പ്ലെയർ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം പുള്ളി പേരും അഡ്രസ്സും എല്ലാം പറഞ്ഞ് ബില്ലൊക്കെ അടുപ്പിച്ചു. പുള്ളിയുടെ വണ്ടി കുമിളിക്ക് പോയിരിക്കുകയാണ്. കുമിളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറച്ച് നേരം എല്ലാം ഇരുന്നു. അന്നേരം നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞു, നീ വരികയാണെങ്കിൽ, കോട്ടയംകാരനാണ്, കോട്ടയത്തിന് വരികയാണെങ്കിൽ ഞാൻ ഐഫോൺ തരാം. 2-3 ഐഫോൺ അവിടെ ചുമ്മാ ഇരിപ്പുണ്ട്. പിന്നെ
നോട്ട് പാഡ് മറ്റേ ഐഫോണിൻ്റെ മറ്റേ കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്, ടാബ്ലറ്റൊക്കെ ഇരിപ്പുണ്ട്, നിനക്ക് ഏത് വേണേലും തരാം, ചെറിയ വിലയ്ക്ക് തരാം, വന്നാൽ നീ ഒന്നും തന്നില്ലേലും കുഴപ്പമില്ല, നീ ഈ സാധനമായിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്, ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിൽ പോയി പറഞ്ഞു, ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറേ പേര് മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്, അവർക്കൊരു ട്രീറ്റ് കൊടുക്കാൻ നല്ല ഫുഡ് കൊടുക്കുന്ന ഹോട്ടൽ എവിടെയാണ് ഉണ്ടെന്ന് ചോദിച്ചു. ആള് സുന്ദരൻ, വളരെ സുന്ദരൻ, മിടുക്കൻ, വളരെ മാന്യൻ. കയ്യിൽ 3-4 മൊബൈൽ ഫോണുണ്ട്, വെറൈറ്റി മൊബൈൽ ഫോണാണ്, കുഞ്ഞ് സോപ്പ് പെട്ടി പോലത്തെ മൊബൈൽ ഫോൺ. പുള്ളി പറയുന്നത് പുള്ളി ഈ ടച്ച് ഫോണുകളൊന്നും പുള്ളി ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. അതൊക്കെ ഹൈലി റേഡിയേഷനാണ്. പുള്ളിക്ക് ഈ കട്ടയൊക്കെയുള്ള ഫോണാണ് ഇഷ്ടമെന്നാണ് പറഞ്ഞത്. ഈ കട്ടയില്ല നമ്മളിങ്ങനെ ഞെക്കുന്നത്, അതുകൊണ്ട് കട്ടയൊക്കെയുള്ള ഫോണേ പുള്ളി ഉപയോഗിക്കുള്ളൂ. അതുകൂട്ട് വിരലിനേക്കാളും വീതിയുള്ള കട്ട ഡമ്മി വല്ലതും ആയിരിക്കും, ദൈവത്തിനറിയാം. 2-3 ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ആരാണ്ടൊക്കെ ഏതൊക്കെയോ ഫോണിൽ വിളിക്കുകയോ അപ്പറേ ആളുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. അസാധ്യ നാടകം. അങ്ങനെ ഇയാളുടെ ഇതിലൊക്കെ വീണു, വിശ്വസിച്ചു. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നി. ലാപ്ടോപ്പ് വെറുതെ തരാം, ഐഫോൺ തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് എന്തോ ഒരു പന്തികേട് എനിക്ക് അപ്പം തന്നെ ഒന്ന് കല്ല് കടിച്ചു. എന്നാലും പെരുമാറ്റവും കാര്യങ്ങളൊക്കെ വളരെ ഡീസൻ്റാണ്, ഭയങ്കര ഇതാണ്. ഫോൺ വിളിക്കുന്നു, കോട്ടയത്തുള്ള ഏതോ അനാഥ മന്ദിരത്തിൻ്റെ പേര് പറയുന്നു, അവിടുത്തെ അച്ഛനുമായിട്ട് ഭയങ്കര അടുപ്പമാണെന്ന് പറയുന്നു. അച്ഛൻ പുള്ളി വളരെ വേണ്ടപ്പെട്ട ആളാണ്, പുള്ളിക്ക് വരുന്ന പൈസ എല്ലാം കൂടുതൽ അച്ഛനാണ് കൊടുക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ദിവ്യകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ഒരു മഹാമനുഷ്യനായിട്ടാണ് പുള്ളി ചിന്തിക്കുക. ഹോട്ടലിൽ ചെന്ന് മലേഷ്യയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഏതോ ഒരു ഈ വരുന്ന 30-ാം തീയതി എനിക്ക് 15 പേർക്ക് ഫുഡ് വേണം, ഉച്ചയ്ക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ്, ചില്ലി ചിക്കൻ, മറ്റേ കുറേ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ വണ്ടി കുമ്പളയ്ക്ക് പോയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇവിടെ ഈ റവന്യൂ ടവറിൽ അവിടെ ഒരു ചെറിയ സ്ഥലത്തിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്കൊരു 2000 രൂപയുടെ കുറവുണ്ട്, ഒരു 2000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹോട്ടലുകാർ ജോലിക്കാരായിരുന്നു, അപ്പോൾ അവർക്ക് അങ്ങനെ 2000 രൂപ എടുത്ത് തരാൻ പറ്റുകയില്ലാത്തതുകൊണ്ട്, ഓണർ ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം നമ്മുടെ കൈവശമില്ല, ഓണർ ഇവിടെ ഇല്ല, പുള്ളിയോട് ചോദിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി വന്ന് അത് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കട വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, വണ്ടി ഇതുവരെ വന്നില്ലേ, സാധനമൊക്കെ ബില്ലടിച്ച് റെഡിയായിട്ട് കൊണ്ടുപോകാൻ വെച്ചിരിക്കുക, ആളെ റെഡിയാക്കി നിർത്തിയിരിക്കുക, വണ്ടി വന്നു കഴിഞ്ഞാൽ അന്നേരം വണ്ടിയെന്ന് പൈസ എടുത്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു, അതെ ഹോട്ടലിൽ നമ്മൾ ബുക്ക് ചെയ്തു, ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ട് ഒരു 5000 രൂപ അവർ അഡ്വാൻസ് ചോദിച്ചു. ഇപ്പോൾ വണ്ടി ഇപ്പോൾ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ വണ്ടി വരുമ്പോൾ ഈ TV-യുടെ പൈസ തരുന്ന കൂടെ 5000 കൂടെ തന്നേക്കാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വീണ്ടും ഒന്ന് ക്ലിക്ക് അടിച്ചു. ഇത്ര വലിയ കാശുകാരനാണ്, ഗൂഗിൾ പേ വേണ്ടേ? ഇപ്പോൾ ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, കാർഡുണ്ട്, സംവിധാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പൈസ ആയിട്ട് ഇപ്പോൾ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറിൻ്റെ ഗൂഗിൾ പേ ഇല്ലേ? ഞാൻ അതെല്ലാം എൻ്റെ പേഴ്സും ഗൂഗിൾ പേ ഉള്ള ഫോണും എല്ലാം വണ്ടിയിലായിപ്പോയി. ഞാൻ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഇറങ്ങി, എൻ്റെ വസ്തുവിൻ്റെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴേ എനിക്ക് TV മേടിക്കേണ്ട കാര്യം ഞാൻ ഓർത്തെ. അങ്ങനെ ഇങ്ങനെയാണ്. ഇവൻ ശുദ്ധ തട്ടിപ്പുകാരനായിരുന്നു, 5000 രൂപ തരികയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പോയി. പിന്നെ ഇവനെ പോലീസ് പിടിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. ഇവനിങ്ങനെ പല സ്ഥലങ്ങളിലും, ഏക്കാലം ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ പൈസ പോയില്ല, ഹോട്ടലുകാരുടെ പൈസ. ഹോട്ടലുകാരുടെ അടുത്ത് പിന്നെ ഞാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവരൊരു 2000 രൂപ ചോദിച്ചായിരുന്നു. അവർ 2000 കൊടുക്കാഞ്ഞിട്ട് അവർക്ക് കൊടുക്കാനാന്ന് പറഞ്ഞാണ് എന്നോട് 5000 ചോദിച്ചു. പറഞ്ഞു മനസ്സിലായി. ഇപ്പം ഇതുകൂട്ട് തട്ടിപ്പുകൾ ഒത്തിരി ഉണ്ട്, കഥകൾ. ഓരോ അവസരത്തിൽ ഞാൻ പിന്നീട് ഇത് പറയാം. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആണ് നമ്മുടെ കേരളം ഇന്ന് പോകുന്നത്. പിന്നെ നേർച്ചയാണ്, കാഴ്ചയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരേ ആൾക്കാർ വരുന്നു. അത് പിന്നെ പോട്ടെ, നേർച്ചയല്ലേ, ആണെങ്കിൽ അവന് കൊള്ളാം, അല്ലെങ്കിലും അവന് തന്നെ കൊള്ളാം. പറഞ്ഞു മനസ്സിലായി. നമുക്ക് ഇച്ചിരി പൈസ പോകുന്നല്ലേ ഉള്ളൂ, ചെറിയ പൈസ കൊടുത്തേക്കാം കടയിൽ. പിന്നെ വ്യാപാരി വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ പിരിവുകൾ വ്യാപാരി വ്യവസായം അനുസരിച്ചേ ഉള്ളൂ. പിന്നെ പാർട്ടിക്കാരുടെ പിരിവുകൾ, അവരുടെ പിരിവുകൾ, ഇവരുടെ പിരിവുകൾ പലതും കാണേണ്ടി വരും. സഹായം, മരുന്ന് മേടിക്കണം, മറ്റേ മേടിക്കണം, ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഒരു സ്ഥാപനമായിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാകാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഓണർമാരില്ലാത്ത കടക്കാർക്ക് ഇതൊന്നുമില്ല, മാനേജർക്ക് ഞങ്ങൾക്കറിയില്ല, നമ്മൾ ചോദിക്കണം എങ്ങനെയാന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ തന്നെ നേരിട്ട് ഇരിക്കുന്നിടത്ത് പറയല. അപ്പം ഞാൻ പറഞ്ഞത്, ഈ 50 ലക്ഷം രൂപ ലോൺ എടുത്ത് 60,000 രൂപ മാസം അടയ്ക്കുന്ന ഒരാൾ ഒരു 15 വർഷം അടച്ചാലും അല്ല 30 വർഷം അടച്ചാലും ഈ മുതൽ തീരാൻ പോകുന്നില്ല. അപ്പോൾ ആയുഷ്കാലം മുഴുവൻ ഇവനും ഇവൻ്റെ ഭാര്യയും
പണിയെടുക്കുന്ന പൈസ, ഇവന് വേറെ എന്തെങ്കിലും വരുമാനമുണ്ട് ആ പൈസ, ഇത് മുഴുവൻ ബാങ്കിൽ പലിശയായിട്ട് പോവാണ്. സാമാന്യം കൊള്ളാവുന്ന ഒരു വീട് അവനുള്ളവനാ. അവനും ഭാര്യയും പിള്ളേരും ഇവിടെ താമസിക്കുന്നില്ല, അവർ വിദേശത്താണ്, ദുബായിലാണ് താമസിക്കുന്നത്. പക്ഷെ ഇവിടെ വലിയ വീട് വെച്ചു. എന്തിനാ? അവൻ്റെ ചേട്ടനും അനിയനും പെങ്ങന്മാരും അവൻ്റെ ഭാര്യയുടെ ബന്ധുക്കളും ഭാര്യയുടെ ചേട്ടത്തിയും അനിയത്തിയും മറ്റവരും മറിച്ചവനും എല്ലാം വലിയ വീടുകളൊക്കെ വെച്ച് വലിയ കാശുകാരായി മാറിയപ്പോൾ അവനും അവൾക്കും കുറേ ഇച്ചിരി വരാൻ പറ്റിയാലാത്തോണ്ട് ചെയ്തു. പക്ഷെ ആയുഷ്കാലം മുഴുവൻ അവരടിമകളായെന്നുള്ള കാര്യം, അവരുടെ ജീവിതം തീർന്നെന്നുള്ള കാര്യം, അവർ ജയിലിലായെന്നുള്ള കാര്യം അവർ മറക്കുന്നു. ശരിക്കും ജയിലിലാകിയത് സാമ്പത്തിക ജയിലിലായി മരണം വരെ കിടന്ന് ഇത് അടച്ചടച്ച് പണിയുന്ന മുഴുവൻ പൈസയും വെച്ച് ബാങ്കുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുകയും അവരുടെ ജോലിക്കാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുകയും അവർ വലിയ വലിയ ബ്രാഞ്ചുകൾ പലയിടത്തും തുടങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. 10 രൂപയുള്ള 10 രൂപയുടെ ബിസിനസ്സേ ചെയ്യാവുള്ളൂ. 1 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്യരുത്, കടമെടുത്ത് ചെയ്യരുത്. എന്തിനാ പറയുന്നു? ഇന്ത്യയിലെ വലിയൊരു ബഹിരാഷ്ട്ര കുത്തക വരെ ഇപ്പോൾ പൊട്ടി നിൽക്കുന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാം, അവരുടെ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. ഇന്ത്യയിലെ അറിയപ്പെടുന്ന വലിയ ബിസിനസ്സുകാർ എത്രയോ പേര് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമ്മുടെ ഫീൽഡിൽ തന്നെ വലിയ വലിയ 10, 15, 20 കടകളുള്ളവർ അവസാനം ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ ഒരു ഓട്ടോ വിളിച്ചു പോലും പോകാൻ മേലാതെ വാടക വീട്ടിലുമായി ആത്മഹത്യ ചെയ്തവരുണ്ട്. ഇന്നും പല കടകളിൽ ജോലിക്ക് നിൽക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ പൈസ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, കടം കയറ്റാതെ കൈകാര്യം ചെയ്യുക, ലോൺ എടുക്കാതിരിക്കുക, ഓവർ ഡ്രാഫ്റ്റ് എടുക്കാതിരിക്കുക, അതൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പം ആൾക്കാർ ചോദിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പൈസ ഇല്ലാത്തവർ ഇപ്പം എന്നാ ചെയ്യും? പൈസ ഇല്ലാത്തവൻ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാം. ഞാൻ പറയാം, നമ്മൾ ഒരു സ്ഥാപനത്തിൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു എന്നാ പറയുന്നത് ഒരു 1000 രൂപ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്ഥാപനത്തിൽ 1000 രൂപ വരുമാനമുണ്ട്. നമുക്ക് 500 രൂപ ചിലവുണ്ടെന്ന് വിചാരിക്കുക. 500 രൂപ ചിലവുള്ള ഈ സ്ഥാപനം 1000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 500 രൂപ നമുക്ക് പ്രോഫിറ്റാണ്. പക്ഷേ 1000 രൂപ വരുമാനവും 1000 രൂപ ചിലവുമാണെങ്കിലോ ഒരു കാര്യമില്ല, വെറുതെ നടത്താവുന്നുള്ളൂ. 1500 രൂപ ചിലവും 1000 രൂപ വരുമാനവും ഓക്കെ. ചിലപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിലൊക്കെ കുറേ സെയിലൊക്കെ നടക്കും, അല്ലെങ്കിൽ വരുമാനം കാണും. ഒരു 5000 രൂപ വരുമാനമുള്ള ഒരു സ്ഥാപനമാകുമ്പോഴത്തേക്കും നമ്മളൊരു 4000 രൂപയുടെ വരെ എക്സ്പെൻസിലുള്ള ജോലിക്കാരെയും മറ്റു കാര്യങ്ങളും പരസ്യവും വരുന്നവനൊക്കെ ചോദിച്ച് വാരിക്കോരി കൊടുക്കും. പക്ഷേ ഈ വരുമാനം കുറയുന്ന ഒരു കാലഘട്ടം വരും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ പോലെ. ഇപ്പം എന്താണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന അവസ്ഥ? ഞാൻ ഒരു സത്യസന്ധമായ ഒരു കാര്യം പറയാം. ഈ പണ്ടത്തെ കാലത്ത് TV മേടിക്കാൻ വരുന്നത് കാരണവന്മാരാണ്. കാരണം അന്ന് കാരണവന്മാരുടെ പൈസയുണ്ട്, അവരാണ് കൃഷി ചെയ്യുന്നത്, റബ്ബർ വെട്ടുന്നത്, പൈസ കൈകാര്യം ചെയ്യുന്നത് പിള്ളേരല്ല. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ പറയും, ചേട്ടാ ഏതാണ് നല്ല TV? നമ്മൾ പറയും സോണി ഉണ്ട്, സാംസങ് ഉണ്ട്, LG ഉണ്ട്, പാനസോണിക് ഉണ്ട്. ഏറ്റവും നല്ല സോണിയാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്തു, പിള്ളേരുടെ കണ്ണിനൊന്നും പ്രശ്നം വരരുത്, സോണിയുടെ TV എടുത്തേക്കാം. ട്രിനിട്രോൺ ട്യൂബ് എന്ന് പറഞ്ഞ ട്യൂബൊക്കെ സോണിക്കേ ഉള്ളൂ. അത് റേഡിയേഷൻ ഇല്ലാത്ത TV ആണ്. അത് വേൾഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് 18 Emmys അവാർഡ് കിട്ടിയ ട്യൂബാണ് സോണി യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഞങ്ങൾ പറയും. സത്യമാണത്. ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പിക്ചർ ട്യൂബായിരുന്നു സോണിയുടെ ട്രിനിട്രോൺ പിക്ചർ ട്യൂബ്. ഈ പിക്ചർ ട്യൂബ് ലോകത്ത് വേറെ ഒരു കമ്പനിക്കും ഇല്ലായിരുന്നു, അത് സോണിക്ക് മാത്രമുള്ളായിരുന്നു. സോണിയുടെ പേറ്റൻ്റ് ആയിരുന്നു. ബാക്കിയുള്ളവരെല്ലാം തോഷിബ കണ്ടുപിടിച്ച ആ വളഞ്ഞ മൂക്കുന്തിയ ട്യൂബാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സോണിയുടെ വെർട്ടിക്കലി ഫ്ലാറ്റ് ആയിരുന്നു, ഹൊറിസോണ്ടലി ഫ്ലാറ്റ് ആയിരുന്നു. അവസാനമായപ്പോൾ ഫുൾ ഫ്ലാറ്റായി വേഗ ആയ ട്യൂബാണ് സോണി യൂസ് ചെയ്തത്. ആ ട്യൂബിന് റേഡിയേഷൻ ഇല്ലായിരുന്നു, ഗ്രില്ലില്ലായിരുന്നു, അതിനകത്ത് ചാർജ് കിടക്കുകയില്ലായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസ് ചാർജ് ട്യൂബിനകത്ത് കിടക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് റേഡിയേഷൻ വരികയില്ലായിരുന്നു. പിക്ചർ ട്യൂബ് TV പഴയ ട്യൂബിനകത്തെല്ലാം മറ്റേ സോണി ഒഴിച്ച് ബാക്കി എല്ലാത്തിനകത്തും കപ്പാസിറ്റൻസ് ചാർജ് കിടക്കുമായിരുന്നു. അത് ടെക്നീഷ്യന്മാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ആ ട്യൂബിലെ കപ്പഴിച്ചാൽ
അടി കിട്ടും. സോണി അല്ലാതെ ഏതെ പോയി കപ്പഴിക്കണം എന്നുണ്ടെങ്കിൽ എർത്ത് ചെയ്ത് ആദ്യം അതിനകത്ത് കിടക്കുന്ന കപ്പാസിറ്റൻസ് ചാർജ് കളഞ്ഞില്ല എങ്കിൽ ടി വി തുറന്ന് അതേ കൊണ്ട് പിടിച്ചാൽ നല്ല 8ന്റെ അടി കിട്ടും. കൈ തരിച്ച് തെറിപ്പിച്ച് കത്തിപ്പോവും. അതേസമയം സോണിയോ ഓഫ് ചെയ്ത് ആ സെക്കൻഡിൽ തന്നെ അഴിക്കാം, ഷോക്ക് അടിക്കുകയില്ല. അതാണ് ടെക്നോളജിയുടെ വ്യത്യാസം. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കാരണവന്മാർ പറയും, അയ്യോ എൻ്റെ മോൻ്റെ കണ്ണിന് പ്രശ്നം വരരുത്, എൻ്റെ പിള്ളേർക്ക് റേഡിയേഷൻ ഒന്നും വരരുത്, അവർക്ക് അസുഖമൊന്നും വരരുത്, അതുകൊണ്ട് പൈസ ഇല്ലെങ്കിലും സോണി തന്നെ മതി, വില കൂടുതലാണ് ഇച്ചിരി, എന്നാലും അറിയാം എൻ്റെ പിള്ളേരുടെ ആരോഗ്യസ്ഥിതി വെച്ച് ഞാൻ സോണി എടുക്കുക എന്ന് പറയും. അങ്ങനെ സോണി മേടിച്ചുകൊണ്ട് ആൾക്കാർ പോവുകയും ചെയ്യും, നല്ല സെയിലുമായിരുന്നു. ഇപ്പം ആരാ വരുന്നേ? ഇപ്പം മോൻ UK തന്നെ വിളിക്കുന്നു, സോണി ചേട്ടാ ഒരു TV വേണം, അച്ചായം വരും, എങ്ങനെയാ വിലയൊക്കെ? സോണി 32 ഇഞ്ച് LED ഉണ്ട്, ആൻഡ്രോയിഡാണ്, ഗൂഗിൾ TV ആണ്, അടിപൊളിയാണ്, 34,900 വരും വില, നമുക്കെല്ലാം കൂടെ 10-30,000 രൂപയ്ക്ക് തരാൻ പറ്റുമായിരിക്കും. അയ്യോ സോണിയൊന്നും വേണ്ട കേട്ടോ, സോണിക്കൊക്കെ ഭയങ്കര വിലയല്ലേ. എനിക്കിവിടെ സോണിയാണ് കേട്ടോ, ഞാൻ സോണിയുടെ 100 ഇഞ്ചാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, 100 ഇഞ്ചാലാണ് കാണുന്നത്. അച്ചായന് സോണിയൊന്നും വേണ്ട, അവർ രണ്ടുപേരെ ഉള്ളന്നേ, എന്നേലും വല്ല ശാലോൻ TV കാണാനോ അല്ലെങ്കിൽ ചെറിയ രാമായണം വായിക്കാനോ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ TV ഇല്ലേ, ലോക്കലായിട്ടുണ്ടാക്കുന്ന TV, ഇപ്പോൾ ഇന്ത്യയിൽ ലോക്കലായിട്ട് TV മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ ഉണ്ടല്ലോ, പുതിയ നിയമം അനുസരിച്ച് മെയ്ഡ് ഇൻ ഇന്ത്യ TVകളുണ്ടല്ലോ, അത് കൂട്ടൊരെണ്ണം $5,990 ഇല്ലേ, ഞാൻ കണ്ടായിരുന്നല്ലോ പരസ്യം, നിങ്ങളുടെ $5,990 TV കൊടുക്കുമെന്ന്. അതൊരെണ്ണം കൊടുത്താൽ മതി. എടാ അത് പോരല്ലോ, അച്ചായന് നല്ല TV കൊടുക്കണ്ടേ, അമ്മയ്ക്കും TV കൊടുക്കണ്ടേ, നമുക്കൊരു 40 ഇഞ്ച് വെച്ചാൽ ഈ 40 ഇഞ്ചൊന്നും വേണ്ട, 24 ഉണ്ടേ അത് മതി, പിന്നെ അത്യാവശ്യം വേണം 32 കൂടെ. അപ്പം ഞാൻ പറയും 32 ഇഞ്ച് 24 ഇഞ്ചൊന്നും വില വ്യത്യാസം ഇല്ല, 32 വേണ്ടെന്ന് 24 മതി, അതിനുള്ള ഇടയോ അവിടെ ഉള്ളൂ. അവർ രണ്ടുപേരേ ഉള്ളൂ, ഒന്നാമത് രണ്ടുപേർക്കും കണ്ണ് കാണത്തില്ല, നല്ലപോലെ ചെവി കേൾക്കത്തില്ല, പിന്നെ എന്തിനായി കൂടിയ ക്ലാരിറ്റി ഉള്ള സാധനമൊക്കെ കൊടുക്കുന്ന, വെറുതെ പൈസ കളയാമെന്നല്ലേ ഉള്ളൂ. ഇതാണ് അപ്പനും മക്കളും തമ്മിലുള്ള വ്യത്യാസം. അപ്പം പറയും എൻ്റെ മകന് ഏറ്റവും നല്ലത് വേണം, അവന് ഏറ്റവും നല്ലത് കൊടുക്കണം, അവൻ്റെ ആരോഗ്യം നോക്കണം, അവൻ ഇനി ഒത്തിരി നാൾ ജീവിക്കാനുള്ളതാണ്, അവന് രോഗമൊന്നും വരരുത്, അവൻ്റെ കണ്ണിന് കേട് വരരുത് എന്ന് അപ്പം പറയുമ്പോൾ മകൻ പറയും, ഓ കാരണവർക്ക് പ്രായമായില്ലേ, 19 വയസ്സായി, ഇനി എന്നാ സോണി TV പടം കാണാൻ, അതൊക്കെ ലോക്കൽ ചൈന TV ഒരെണ്ണം കൂടെ, ചൈനയെക്കാളും കുറഞ്ഞ ഏതെങ്കിലും ഉണ്ട് അത് കൂടെ, ഇന്ത്യയിൽ അസംബിൾ ചെയ്തത് കൂടെ എന്നാണ് പറയുന്നത്. ഏതെക്കാലം തക്കാലം ഇതെല്ലാം ഒന്ന് ചിന്ത വിട്ടുകൊണ്ട് 1 മണിക്കൂറോളമായി ഞാൻ സംസാരിക്കുന്നു. നമ്മളെ അടുത്ത എപ്പിസോഡുണ്ട്, അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ തുറന്ന് പറഞ്ഞു തരാം. അപ്പം നമ്മുടെ ഈ ഇത്ര നേരത്തെ ടോക്ക് കണ്ടു, നമുക്കിപ്പോൾ തക്കാലം ഇവിടെ ഒരു ഇടവേള ഇടാം, അതിന് അടുത്ത പാർട്ട് 2 ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാൻ വരാം.